ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഈ ചൂടത്ത് ക്രീമോ മിൽക്ക് മെയ്ഡോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐസ്ക്രീം തയ്യാറാക്കിയാലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം ഒരു പാന് വെക്കുക. നമ്മൾ കൗണ്ടർ ടോപ്പിലാണ് പാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു അര കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി, പത്തിരി ഇടിയപ്പോൾ എല്ലാം ആക്കുന്ന അരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരിപ്പൊടിയിലോട്ട് കുറച്ചായിട്ട് പാല് ചേർത്തിട്ട് ഇതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ടോട്ടലി 2 കപ്പ് പാലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് അരിപ്പൊടിയും. ഇത് പാല് ഫുള്ളായിട്ട് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കുമ്പോൾ അടിഭാഗത്ത് കുറച്ച് കട്ടകൾ നിൽക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കട്ടകളെല്ലാം ഒഴിച്ച ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിൽ മധുരത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം പഞ്ചസാരൻ്റെ പകരം. അതെല്ലാം നിങ്ങളെ ചോയ്സാണ്. അപ്പം ഞാനിപ്പോൾ പഞ്ചസാരയല്ല നമ്മളെ വീട്ടിൽ അധികം ഉണ്ടാവാൻ, മിൽക്ക് മെയ്ഡ് എപ്പോഴും ഉണ്ടാവണമെന്ന് അവൈലബിൾ ആവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കാണിച്ചത്. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. അതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുകിയെടുക്കാം. നമ്മൾ അരിപ്പൊടി അടിയിൽ ഒന്ന് കട്ടാണ്ട് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതേപോലെ ഈ അരിപ്പൊടി നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാല് ക്രീമി ടെക്സ്ചറായിട്ട് വരും. നമ്മൾ കോൺഫ്ലവറും കസ്റ്റേർഡ് പൗഡറിൽ ഇട്ടാൽ ഒരു കട്ടി കിട്ടൂലേ, അതേപോലെ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതാ കട്ടിയാകാൻ തുടങ്ങി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അടിഭാഗം കരിയാണ്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. നന്നായിട്ട് കുറുകി ഈ അരിപ്പൊടിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ അരിപ്പൊടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരാനുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു ടേസ്റ്റും വരില്ല ഇതിന്. ഇനി ഈ ഐസ്ക്രീമിന് കുറച്ചും കൂടി ഫ്ലേവർ കൂട്ടാനായിട്ട് നമുക്ക് എസെൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പം ബദാം കളർ എസെൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെനില എസെൻസ് ഇട്ട് കൊടുക്കാം. എസെൻസ് ഒന്നും ഇടാണ്ടും ഇത് നമുക്ക് സെറ്റാക്കാം. പക്ഷേ എസെൻസ് ഇട്ട് കൊടുക്കുമ്പം കുറച്ചും കൂടി നല്ല റിച്ച് ടേസ്റ്റ് കിട്ടും. ഞാൻ ഇപ്പോൾ ബദാം എസെൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസെൻസ് ആണോ ഉള്ളത്, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ഇട്ട് കൊടുക്കുക. വെനില ഫ്ലേവർ വേണമെങ്കിൽ വെനില എസെൻസ് ഇട്ട് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എന്നൊരു പാത്രത്തിലേക്ക്, ഒരു കണ്ടെയ്നറിലേക്ക് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ ഒന്ന് ഒഴിച്ചെടുക്കാം. എല്ലാം ചൂട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ചെറുതായിട്ട് ചൂട് മാറിയ പാടന്നെ നമ്മളൊരു കണ്ടെയ്നറിലേക്ക്, സെറ്റാക്കുന്ന കണ്ടെയ്നറിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാം. ഇനി ഇതിൽ എയർ ബബിൾസിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് അടച്ചെടുക്കുക. അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ ഫോയിലോ ഐസ്ക്രീമിൻ്റെ കോട്ടിങ്ങിലേക്ക് തട്ടുന്ന രീതിക്കൊന്ന് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ മൂടി വെച്ചിട്ട് അടച്ചാൽ മതി. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ പുഡിങ്ങിനുള്ള ഒരു ടെക്സ്ചർ ഇല്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് നന്നായിട്ട് ലൂസാക്കിയിട്ട് നിന്ന് അടിച്ചെടുക്കുക. ഐസ്ക്രീം നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മിക്സിയുടെ ജാറിലേക്കൊന്ന് അടിച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത മിക്സ് നമ്മൾ സെറ്റാക്കി ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചെടുക്കുക. ഇതേപോലെ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് അടിച്ചത് കുറഞ്ഞത് 7-8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു വൈകുന്നേരം ആക്കിയിട്ട് രാത്രി ഇത് അടിച്ചെടുത്ത ശേഷം ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കുക ചെയ്തത്. പിന്നൊരു 7-8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിനി. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടെടുക്കുക. ഞാൻ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സ്കൂപ്പ് ചെയ്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ല നിങ്ങൾ, നല്ല ക്രീമിയാണ് കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, മിൽക്കി മെയ്ഡ് ചേർത്തിട്ടില്ല, ക്രീം ചേർത്തിട്ടില്ല എന്നെല്ലാം വിചാരിച്ചിട്ട് ഈ ഐസ്ക്രീമിന് ടേസ്റ്റ് കുറവോ ഹാർഡായിട്ട് ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ നല്ല ഹാർഡായിട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ വെനിലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
ഇതൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളി ഐസ്ക്രീം. ഇതാ നല്ല ക്രീമിയാണ്, നമ്മളെ സാധാ ഐസ്ക്രീം പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടാണ് കിട്ടുന്നത്. ക്രിസ്റ്റൽ പോലെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ചൂടത്ത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.